ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം അങ്ങനെ എൻ്റെ കെട്ടിയൊരു നാട്ടിലേക്ക് തിരിച്ചു വരും കേട്ടോ. കുറേ ദിവസം കൊണ്ട് വീഡിയോസൊന്നും അത്ര കാര്യമായിട്ട് ഇടാൻ പറ്റുന്നില്ല. എനിക്ക് എക്സാം, എനിക്ക് വയ്യായിക്ക്, അങ്ങനെ ആകെ പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കെട്ടിയും കൂടി നാട്ടിലോട്ട് വരുന്നു. ഇനിയിപ്പോൾ എന്താവും എന്ന് എനിക്കറിയില്ല. വീഡിയോസ് എന്തായാലും എല്ലാം ഞാൻ എടുത്തു വെച്ചേക്കാം. എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ച് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ നാളെ വരുന്നുണ്ട് ആൾക്ക് നൈറ്റ് അപ്പവും ചിക്കൻ കറിയും വേണമെന്ന് മുന്നേ ഉള്ള ഓർഡർ. അതനുസരിച്ച് ഞങ്ങൾ ചിക്കൻ കറി വെക്കും. നിറയെ കുഞ്ഞുള്ളി ഇട്ടിട്ടുള്ള ചിക്കൻ കറി വേണമെന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ഉണ്ടാക്കുന്ന അമ്മയാട്ടോ, അതായത് ചേട്ടൻ്റെ അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഹെൽപ്പറാണല്ലോ ഇവിടുത്തെ. അങ്ങനെ ചിക്കൻ കറിയുടെ പ്രോസസ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്നാ, കുറേ ദിവസം നമ്മൾ കാണാതിരുന്നപ്പം അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളെ അന്വേഷിച്ച് മെസ്സേജ് അയക്കുമ്പോൾ മാത്രമാണ് എനിക്ക് വീഡിയോ ഇടാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളത്. ഞാൻ പല വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനങ്ങ് ഡൗൺ ആയി പോവാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ ഇങ്ങനെ പിന്നും വരും, എന്താ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് പിന്നും ഇടാൻ തോന്നും കേട്ടോ. ഇത് കുരുമുളക് പറിച്ച് വെച്ചതാണ് ഞങ്ങൾ. ഇത് കുറച്ച് മാത്രം അമ്മയുടെ കയ്യെത്തുന്നതൊക്കെ പറിച്ചിട്ട് വന്നാൽ ഇനി ആളെ വിട്ട് നമുക്ക് മുകളിലൊക്കെ കയറി പറിപ്പിച്ചാലേ പറ്റത്തുള്ളൂ കേട്ടോ. കുറച്ച് ഈ പറിച്ചെടുത്തതൊക്കെ ഞങ്ങൾ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പറിച്ചെടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഷ ഏതാണെന്ന് എനിക്കറിയില്ല. അതായത് പിച്ചി എടുക്കുന്നത് കേട്ടോ. നമ്മുടെ പറിച്ചെടുക്കുക നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈലിൽ നിൽക്കാം. അപ്പോൾ അതായത് നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളുടെ ഞാൻ ഒരുങ്ങി. എന്നെ കെട്ടാൻ പോകുന്ന ആ ഒരു തൻ്റെ വേണ്ട ആ കണ്ണി കൂടെ നോക്കണ്ട. എന്തായാലും എൻ്റെ എൻ്റെ കെട്ടിയവൻ ഇന്ന് ഒരു വർഷത്തിന് ശേഷം കാണുകയാണ് എന്നെ. അപ്പം നിങ്ങൾ പറയൂ, ഇമ്പ്രസ് ആവുമോ? എത്ര നേരത്തെ മേക്കപ്പാണെന്നറിയാമോ? ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. എൻ്റെ കെട്ടിയവന് കണ്ണ് വരയ്ക്കുന്ന ഇഷ്ടമല്ല കേസ്. ഞാൻ കല്യാണത്തിന് മുമ്പ് കഥകളി കണക്ക് കണ്ണും വരച്ച് നടന്ന ഞാനാണ്. എന്തായാലും ആൾക്ക് വേണ്ടി ചിക്കനും കരളും മാങ്ങയും ഫ്രൈ ഒക്കെ ചെയ്ത് വെച്ച്. അപ്പം ഞാൻ എല്ലാം ഒന്ന് ഉപ്പ് നോക്കി, നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ കെട്ടിയവന് കൊടുക്കാൻ. അങ്ങനെ എന്തായാലും കുറച്ച് സമയം അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് വിശപ്പും കുളിക്കുകയൊക്കെ ചെയ്തതല്ലേ, അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് ഫുഡും കൂടി കഴിച്ചിട്ട് പോകുന്ന ഓർത്തും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഞാൻ ഇങ്ങനെ സുന്ദരിയായിട്ടുണ്ടോ എന്ന്. ഒരു വർഷത്തിന് ശേഷം കാണുമല്ലേ, അപ്പം ആൾ ഇമ്പ്രസ് ആവില്ലേ എന്ന് നിങ്ങൾ പറ. അപ്പോൾ അത്രയുള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ.